ഹലോ, അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിട്ട് ഒരു സ്നേക്ക് ബൈറ്റ്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, കാരണം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു ഇഷ്യൂ അതുമാണല്ലോ. നമ്മുടെ അടുത്ത മഴ സ്റ്റാർട്ട് ചെയ്ത് മഴയായാലും വെയിലായിരുന്നാലും ഈ ഒരു ജീവിയെ നമ്മൾ നന്നായിട്ട് പേടിക്കണം. ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ ഇതും കൂടി വന്നിരുന്നെങ്കിലെന്ന്. അത്രയ്ക്ക് പേടിയാണ് കേട്ടോ എനിക്ക് ഈ ജീവിയെ. പണ്ടും ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടാവുന്നതിന് മുമ്പും എനിക്ക് വളരെ പേടിയുള്ളൊരു ജീവിയാണ്. എവിടെ കാടിനകത്തോ വിളയിലോ ഒക്കെ പോയാലും ഞാൻ അങ്ങ് പരിസരം നന്നായിട്ട് നോക്കും ഈ ജീവിയുടെ ഒരിതുകൊണ്ട്. ആ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഒന്ന് ചെയ്താലോ എന്ന് ആലോചിച്ചു. പക്ഷേ ഞാൻ പിന്നെ അത് നീണ്ടു പോയി. ഇപ്പോൾ എനിക്കതിന് പറ്റിയ സമയമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എനിക്ക് ഉണ്ടായ അനുഭവമെന്നും എങ്ങനെയാണ് ഞാനത് തരണം ചെയ്തതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് സ്നേക്ക് ബൈറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം വൈകിട്ട് ഒരു 5:30 ശേഷം തുണി കഴുകാനായിട്ട് ഇറങ്ങി. മോൻ്റെ യൂണിഫോമാണ് കഴുകിയത് കേട്ടോ. അപ്പോൾ യൂണിഫോം കഴുകിക്കൊണ്ട് മുറ്റത്തന്ന് കല്ലുണ്ടായിരുന്നു. ഇന്ന് മുറ്റത്ത് തുണിക്കല്ലൊന്നുമില്ല, അന്ന് മുറ്റത്ത് കല്ലുണ്ടായിരുന്നു, തുണിക്കല്ല്. അവിടെ ഒരു തുണി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ കാറിൻ്റെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് അമ്മ മുറ്റം തൂക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മുറ്റം അടിച്ചിട്ട് ചവറെല്ലാം വാരി അപ്പോഴായിട്ടൊരു പാത്രത്തിൽ കൊണ്ട് വെച്ച് ഒരു ബേസിൻ. ആ ബേസിൻ വെച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന കാറിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ കുട്ടികൾ അവിടെ ഇരുന്ന് മണ്ണിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സമയത്ത് യൂണിഫോം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോന് ഫ്രൈഡേ വേറൊരു യൂണിഫോമാണ് കേട്ടോ, അവിടെ ഹൗസ് ഡ്രസ്സ് എന്ന് പറയും. അപ്പോൾ മറ്റുള്ള യൂണിഫോം എല്ലാം ഞാൻ തേഴ്സ്ഡേ വ്യാഴാഴ്ച കഴുകി. അപ്പം വെള്ളിയാഴ്ച കഴുകുന്നതിന് പകരം ഞാൻ ഒരു ദിവസം നേരത്തെ കഴുകി വെച്ച് പിന്നെ ഹൗസ് ഡ്രസ്സ് മാത്രമേ കഴുകാൻ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരെല്ലാം ഇവരെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴുകി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അവിടെ തൊട്ടടുത്ത് തന്നെ പൈപ്പ് ഉണ്ടായിരുന്നു. പൈപ്പിൽ നിന്ന് വെള്ളം തുറന്ന് വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കർച്ചീഫ് ഈ കല്ലിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു, മറന്നു കഴുകാൻ. കഴുകിയില്ല, ബക്കറ്റിലിട്ട് വാഷ് ചെയ്യാൻ കൊണ്ടുവരുന്ന സമയത്ത് സോപ്പ് ഇട്ടായിരുന്നു കഴുകിയത്, വാഷ് ചെയ്യാൻ വേണ്ടി ബക്കറ്റിലിട്ടില്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അമ്മേ ഞാനത് കഴുകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്ത് ആ കാറിനടുത്തുനിന്ന് ഇവിടെ വന്നു, ഈ കർച്ചീഫ് കഴുകാൻ വന്നു. ഈ സമയം ഞാൻ എന്ത് ചെയ്തു, ബക്കറ്റിൽ വെള്ളം നിറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പോയി ആ ചവർ എന്ത് ചെയ്ത് എടുത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴായിട്ട് ഹസ്ബൻഡ് അമ്മ തൂത്ത് വെച്ച ചവറാണ്. ഹസ്ബൻഡ് അമ്മയും ഈ കുട്ടികൾ കളിക്കുന്നിടത്ത് ആ കാറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ബക്കറ്റും ഈ വേസ്റ്റ് വാരിയ ബക്കറ്റും കാറിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ പൈപ്പ് നിറയുന്ന സമയത്ത് തന്നെ ഞാൻ തിരിച്ചെത്തുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ടാപ്പ് തുറന്ന് വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ചവർ വന്ന് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുകയാണ് കേട്ടോ. ഈ കാറിൻ്റെ അടുത്തുനിന്ന് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിരൽ ഇങ്ങനെ ഇരുന്നായിരിക്കണം. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്തോ ഒരു കടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്നൊന്നുള്ളത് നല്ല ഒച്ചയിൽ ഞാൻ വിളിച്ചു. അപ്പോൾ ഈ വിരലിലാണ് ഇവിടം മുതൽ ഇവിടം വരെ കടിച്ചത്. ഈ സൗണ്ട് കേട്ട ഉടൻ ഇത്രയും വേദന, ഈ നമുക്ക് പല വേദനകളും നമുക്ക് ഒരാളടുത്ത് പറയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ കുത്തുമ്പോഴുള്ള വേദന, അങ്ങനെ വരുമ്പോഴുള്ള വേദന എന്ന്. പക്ഷേ ഇതെന്ത് വേദനയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരാളടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് അത് പറ്റുന്നതേയില്ല. കാരണം അത്തരത്തിലുള്ളൊരു വേദനയാണ് എനിക്ക്. എന്നെ എന്തോ കടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ആ സമയം തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൈയിരുന്ന പാത്രം തറയിലിട്ടിട്ട് ജസ്റ്റ് ഞാനൊന്ന് തറയിലേക്ക് നോക്കി. ഞാൻ തറയിലേക്ക് നോക്കിയ സമയത്ത് ഒരു 3 വളഞ്ഞ്, അതായത് ഇങ്ങനെ വളഞ്ഞ് ഒരു കറുത്ത പാമ്പ് തറയിലുണ്ടായി. ഞാൻ ഒരൊറ്റ തവണ അത് നോക്കിയിട്ട് ഞാൻ പിന്നെ അത് നോക്കി, എനിക്ക് എവിടെ നിന്ന് ആ ധൈര്യം വന്നെന്നോ എന്താണ് അപ്പം ഞാൻ ചെയ്തതെന്ന് പോലും എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ഒരു തവണ അയ്യോ പാമ്പെന്നൊരു വാക്കിൽ ഞാൻ വിളിച്ചിട്ടേയില്ല. ആന്ന് വിളിച്ചത് മാത്രമാണ്. എന്നിട്ട് ഞാൻ മോൻ്റെ അടുത്ത് പറയുന്നത്, അമ്മ ഒരു ജീവി കടിച്ച് വേഗം അച്ഛനെ ഫോൺ വിളിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ, അപ്പോഴും ഞാൻ കയ്യിൽ നോക്കില്ല, കയ്യിലൊരു ചെറിയൊരു നീറ്റൽ എനിക്ക് ഫീൽ ചെയ്ത സമയത്ത് ഞാൻ വേഗം കയ്യിൽ നോക്കിയപ്പോൾ കയ്യിൽ നിന്ന് നന്നായിട്ട് ബ്ലഡ് എടുക്കുന്നുണ്ട്. അത് ഈ വിരലിലാണ് കടിച്ചത്, ഇവിടം മുതൽ ഇവിടം വരെ. ഉടൻ തന്നെ ഞാൻ പൈപ്പിൽ പോയി കഴുകി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കും അറിയാം സോപ്പ് ഉപയോഗിച്ച് കഴുകണം അങ്ങനെയൊക്കെ. എന്നിട്ട് ഞാൻ ജസ്റ്റ് സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകിയില്ല, അതൊന്നും ഒരു ഓർമ്മയിൽ പോലും ഇല്ല സോപ്പ് ഉപയോഗിക്കണമെന്നൊന്നും. ഞാൻ പോയി ഇത് സാധാരണ പൈപ്പ് വെള്ളത്തിൽ ഞാൻ തുണി ഇട്ടിരുന്നില്ല, ആ പൈപ്പ് അടച്ചിട്ടില്ലല്ലോ, അതിൽ തന്നെ കൈ കാണിച്ച് കഴുകി ടാപ്പ് ഓഫ് ചെയ്തിട്ട് ഫോൺ വിളിച്ച് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് എന്നെ ഒരു ജീവി കടിച്ചു, ഈ ജീവിയാണെന്നും പറഞ്ഞു. ഉടൻ തന്നെ അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്കൂട്ടറിൽ. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് ആ ചേട്ടനെ വിളിച്ചായിരുന്നു. ആ ചേട്ടൻ വിത്തിൻ സെക്കൻഡുകൾക്കകം വീട്ടിലെത്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇതെല്ലാം ഒരു 5 മിനിറ്റിനകം നടന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെയ്ത ചില മിസ്റ്റേക്കുകളുണ്ട്. ഞാൻ അവിടെ ഇരുന്നു, ഞാൻ വെള്ളം കുടിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. വെള്ളം കുടിച്ചുകൂടാന്ന് പറയുന്നുണ്ടല്ലോ.
ഞാൻ വേറൊന്നും ചെയ്യില്ല, പക്ഷേ ഞാൻ സ്റ്റെപ്പ് കയറിയാണ്. കാരണം എൻ്റെ കയ്യിൽ ഹോസ്പിറ്റലിൽ അവരെന്നെ കൊണ്ടുപോകുമ്പോൾ കയ്യിൽ കാശ് വേണമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ എൻ്റെ പേഴ്സ് എടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റെപ്പ് കയറി. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു തല കറങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ സമയം ഞാൻ വേഗം താഴെ ഇറങ്ങി. താഴെയാണ് പേഴ്സ് ഇരുന്നത്, പക്ഷേ എന്തോ ആ സമയത്ത് എനിക്ക് മുകളിലാണ് എന്നൊരു തോന്നൽ വന്നു. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, മുകളിലേക്ക് പോവുകയും ചെയ്തു. പകുതി ഫുൾ സ്റ്റെപ്പിൻ്റെ എൻഡിലെത്തിയപ്പോൾ എനിക്കത് താഴെയാണെന്ന് ഓർമ്മ ഞാൻ വന്നു. ആ സമയത്ത് എനിക്ക് ചെറിയ തലകറക്കം വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ, എന്നെ ഇങ്ങനെ ഒരു ജീവി കടിച്ചെന്നും ആ ജീവി ഇതാണെന്നും ഒക്കെ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്നുമുണ്ട്, കൈ കൂടി ബ്ലഡ് വന്നിട്ട് അവർ കരയുന്നുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒന്നും ചെയ്തില്ലല്ലോ ഭഗവാനേ എന്നുള്ളതായിരുന്നു. കാരണം കുട്ടികൾ അത്രയും നേരം ആ കാറിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴും ഈ ജീവി അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വേറൊരു സത്യം. അപ്പോൾ അങ്ങനെ ഇവിടെ മുതലാണ് എനിക്ക് ഇവിടം വരെ കടി കിട്ടിയത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് അറിയാമോ? എൻ്റെ ഈ വിരല് പാമ്പിൻ്റെ വായ്ക്കകത്തായി, അതായത് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ നഖത്തിലൊക്കെ ആ സമയത്ത് ഒരുപാട് ദിവസം ഈ പോറലിന്റെ പാടുണ്ടായിരുന്നു, സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വായ്ക്കകത്ത് നിന്നാണ് ഈ കൈയും ഞാനും ഒക്കെ രക്ഷപ്പെട്ട് വന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെയാണ്, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗം വരെ ആദ്യം നമ്മൾ പോയത് തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് ഞാൻ വിളിച്ച വഴിയിൽ നേരെ ഹോസ്പിറ്റലിലെത്തി. വരുന്ന വഴിക്കാണ് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ. ഞാൻ ഈ ഇത്രയും സംഭവങ്ങൾ നടന്നത് ഒരു 10-12 മിനിറ്റിനകത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. 10 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തി. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഡോക്ടറെ കാണുന്നു. അവിടെ ചെന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നു എന്താ പറ്റിയെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു പാമ്പ് കടിച്ചതാണെന്ന്. അപ്പോൾ അവരെയൊക്കെ ഒരു കെയർ. പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് TT എടുത്തായിരുന്നു. TT എടുത്തതിന് ശേഷം അവിടെ ചെന്ന് ഡോക്ടറെ കാണുന്ന സമയത്ത് അവിടെ നല്ലൊരു 80+ ആയ ഒരു അപ്പൂപ്പനും അമ്മമ്മ ആ ചെയറി ഇരിക്കുകയായിരുന്നു. ഇതാണെന്ന് അറിഞ്ഞു അത് ഉടൻ തന്നെ ആ അപ്പൂപ്പൻ എണീക്കുന്ന അമ്മമ്മ പറയുന്നുണ്ട്. അത്രയ്ക്ക് വയ്യാത്തൊരു അപ്പൂപ്പനും ആ സമയത്ത് എൻ്റെ ഈ കയ്യിൽ പിടിച്ച് നോക്കിയിട്ട്, അപ്പൂപ്പനാണ് ഫസ്റ്റ് എൻ്റെ കയ്യിൽ തൊടുന്ന ഒരാൾ, തൊട്ടിട്ട് പറഞ്ഞു വിഷമുള്ളതാണെങ്കിൽ കൈയുടെ കളർ മാറും, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിലെന്തായാലും വിഷം വന്നിട്ടില്ല, എങ്കിൽ കളർ പെട്ടെന്ന് തന്നെ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ മാറുമെന്നുള്ളൊരിത് തന്നു. എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്തിരുന്നു. ഡോക്ടർ പറഞ്ഞു, ആദ്യമേ ഡോക്ടർ സമാധാനത്തിൽ പറഞ്ഞു, ഇതൊരു 24 മണിക്കൂറുള്ളൊരു പ്രോസസ്സാണ്, നമുക്ക് നിരീക്ഷിക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ പാമ്പിൻ്റെ വിഷം കയറിയിട്ടുണ്ടെന്ന് അവർ ഉറപ്പിച്ചിട്ട് മാത്രമേ ഈ ആൻറ്റി സ്നേക്ക് വെനം അവർ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു തന്നു. കാരണം അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വിഷം ഇല്ലാതെ ആ ഒരു വിഷം മറുവിഷം കുത്തി വെക്കുന്നു, അങ്ങനെയുള്ളൊരിതുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ആൻറ്റി സ്നേക്ക് വെനം ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവരോട് ചോദിച്ചിട്ടുണ്ടോ, തല കറങ്ങുന്നുണ്ടോ, ഒരാളെ 2 or 3 ഒക്കെ ആയിട്ട് കാണുന്നുണ്ടോ, എണ്ണാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല. പക്ഷേ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഒരു വളവുണ്ട്. അവിടെ വെച്ച് ചെറുതായിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ വീണ് പോകുമോ എന്ന്. ഞാൻ ഒരു സെക്കൻഡ് എൻ്റെ മൈൻഡിൽ അങ്ങനെ വന്നു. കാരണം എനിക്ക് അവിടെ വെച്ചൊരു ചെറിയൊരു ക്ഷീണം വന്നു ആ വളവിൽ വെച്ച്. അപ്പോൾ ഞാൻ നന്നായിട്ട് ധൈര്യത്തോടെ തന്നെ ഞാൻ ഇരുന്നു കേട്ടോ. അതിനെപ്പറ്റി ചിന്തിക്കാതെയൊക്കെ ഞാൻ ഇരുന്നു. കാരണം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ ഞാൻ വീണ് പോകുന്നൊരു എൻ്റെ ഉള്ളിൽ അവിടെ ഒരു സെക്കൻഡ് എനിക്ക് തോന്നി. അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു. എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇവിടെ നാളെ എന്തോ OP ഡോക്ടറോ ഒന്നും ഇല്ല, അപ്പോൾ അത് ഇവിടെ ചെയ്യാൻ അത് പറ്റില്ല, നിങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞ് കിംസിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് സ്വന്തം റിസ്കിൽ പോകണം. ഞങ്ങളെ വീട്ടിൽ നിന്ന് കിംസിൽ പോകാൻ 1 മണിക്കൂറത്തെ യാത്രയുണ്ട്, കുറഞ്ഞത് 1.5 മണിക്കൂർ വരെ. ട്രാഫിക് ബ്ലോക്കൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. ആംബുലൻസിൽ പോയാൽ എങ്ങനെ പോന്നാലും 1/2 മണിക്കൂർ എടുക്കും. അപ്പോൾ എന്താണെന്നാലും നമ്മൾ കിംസ് ലക്ഷ്യമാക്കി ആംബുലൻസിൽ 108 കയറി. ആ സമയത്ത് എന്നെ അവർ കിടത്തി കേട്ടോ. കിടക്കാമെന്നേ പാടില്ല, പക്ഷേ അവർ കിടക്കെന്ന് പറഞ്ഞു. അങ്ങനെ കിടന്ന് എനിക്ക് ആ ആംബുലൻസിൽ കൂടി പോയപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു തലകറക്കമായിരുന്നു. നമ്മൾ സാധാരണ അനങ്ങാതെ ഇരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ആംബുലൻസ് ഡ്രൈവർ ചില ഹോസ്പിറ്റലിലെയും പരിചയക്കാരെയും ഒക്കെ നമ്പർ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആൻറ്റി സ്നേക്ക് വെനം എവിടെ ഉണ്ടെന്ന് ഈ സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഇവരൊക്കെ ഓരോ ഹോസ്പിറ്റലിനെ കോൺടാക്ട് ചെയ്യുന്നത് ആൻറ്റി സ്നേക്ക് വെനം അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു, ഇവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചോളാം, നിങ്ങൾ തിരിച്ചോളൂ എന്ന്. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ കരകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോക മെഡിസിറ്റി ഉണ്ട്. അപ്പോൾ ലോക മെഡിസിറ്റിയിൽ ആൻറ്റി സ്നേക്ക് വെനം ഉണ്ടെന്ന് അറിയുകയും പെട്ടെന്ന് തന്നെ വണ്ടി എന്ത് ചെയ്തു ലോക മെഡിസിറ്റിയിലേക്ക് എത്തുകയും ചെയ്തു.
അപ്പോൾ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ഞാൻ ഏതൊക്കെ വഴികളിലാണ് പോയെന്ന് പോലും എനിക്കറിയില്ല. ആ ലോക മെഡിസിൻ ഇത്ര പെട്ടെന്ന് എത്തിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അവിടെ ചെന്ന ഉടൻ തന്നെ അവരെന്ത് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും അവർ പറഞ്ഞു നമ്മൾ 20 മിനിറ്റ്സ് ബ്ലഡ് എടുത്തിട്ട് നോക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡോക്ടർ അനിതയാണ്. അപ്പോൾ പറഞ്ഞു അന്ന് ഡോക്ടർ ലീവ് എന്തോ ആയിരുന്നു. അപ്പോൾ അസിസ്റ്റൻ്റ് ആരാണ് അവിടെ ഉണ്ടായിരുന്നത്, അവർ ഡോക്ടറെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു 20 മിനിറ്റ് കഴിഞ്ഞ് വേറെ പ്രശ്നം, 20 മിനിറ്റ് ഇടവിട്ടോ 20 മിനിറ്റോ 10 മിനിറ്റ് കറക്റ്റ് ഓർക്കുന്നില്ല, എത്രയോ ഗ്യാപ്പിൽ അവർ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ബ്ലഡ് എടുത്തെടുത്തെടുത്ത് കുറച്ച് ഒരു 3 പ്രാവശ്യം എടുത്തതിന് ശേഷം അവർ പറഞ്ഞു ഞാൻ ICUലോട്ട് മാറ്റിയാണ്, എന്തായാലും 24 മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ എൻ്റെ മൈൻഡ് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പോലും തോന്നിപ്പോയി. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ, നമ്മളെന്തല്ല ആരും നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ, നമ്മളെന്തെല്ലാം പട്ടി അടിക്കും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. കാരണം ആ ജീവി ഞാൻ ഒരു പ്രാവശ്യം കണ്ടു. അവിടെ ചെല്ലുമ്പോഴേ അവർ ചോദിക്കും കേട്ടോ, ഏത് കളറാണ്, എങ്ങനെയുള്ളതാണ്, ഫോട്ടോ എടുത്തോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നി, കാരണം ഫോട്ടോ എടുത്തെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഫോട്ടോ എടുത്തെന്ന് ചോദിക്കുമ്പോൾ ആ പാമ്പ് ഏതെന്ന് പറഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്, അവർക്ക് അതിന് എന്തോ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ICUലോട്ട് മാറ്റി. അപ്പോൾ അവിടെ നിന്ന് 24 മണിക്കൂർ ഇങ്ങനെ ബ്ലഡ് എടുത്തുകൊണ്ടേയിരുന്നു. അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെ എന്താണെന്നൊരു കടി കിട്ടുമെന്നുള്ളത് യോഗമായിരുന്നായിരിക്കും, എങ്ങനെയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഫസ്റ്റ് അനിത ഡോക്ടർ പറഞ്ഞു കയ്യിൽ നിന്ന് നമ്മുടെ കാലിലൊക്കെ കടിച്ചാലും കുറച്ച് ടൈം എടുക്കും ബ്ലഡ് നമ്മളെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാനായിട്ട്. ഈ വിഷത്തിൻ്റെ അംശം നമ്മളെ ബ്ലഡ് വഴി ബ്രെയിനിലെത്താം. പക്ഷേ കൈ എന്ന് പറയുന്നത് നമ്മളെ കൈ ഇങ്ങനെ കറങ്ങി പെട്ടെന്ന് ഇവിടെ എത്തും. പക്ഷെ എന്തോ ഭാഗ്യമാണ് അതിന്. എന്താണ് ആ തീറ്റക്കടി, ഞാൻ അങ്ങനെ ഒരു കടിയെക്കുറിച്ച് പോലും കേട്ടില്ല കേട്ടോ, തീറ്റക്കടി എന്ന് പറഞ്ഞു. അപ്പോൾ ആഹാരത്തിന് വേണ്ടി കടിച്ചത് ആ എലിയെ പിടിച്ചതായിരിക്കും എൻ്റെ കയ്യിൽ. ഇങ്ങനെയല്ലേ ഞാൻ പാത്രം എടുത്തത്, ആ സമയത്ത് ഇവിടെ നിന്ന് ഇത്രയും വരെ ഉണ്ടായിരുന്നു, അങ്ങനെ കടിച്ചതാണ്. അങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ വാർത്ത കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, നമ്മൾ അറിഞ്ഞ ഉടൻ തന്നെ നമ്മളെ കൂടെയുള്ളവരോ നമ്മളോ എത്രയും വേഗം ഹോസ്പിറ്റലിലെത്താൻ സമയമാണ് ഏറ്റവും പ്രധാനം. പിന്നെ വിഷമുള്ളത് കഴിച്ചാലുള്ള കാര്യം, ആ വിഷം ഇല്ലാത്തത് കഴിച്ചിട്ട് പോലും എന്നെ ഒരുപാട് നാളത് ഇങ്ങനെ ഒരു ഇതുണ്ടാണ്, രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല. കണ്ണടയ്ക്കുന്നതും ആദ്യം ഞാൻ കണ്ട ഈ ഒരു പാമ്പിൻ്റെ ഈ രൂപം 3 ഇതിൽ കിടക്കുന്നത് തന്നെയായിരുന്നു. ഒരു 6 മാസത്തോളം എടുത്തു കേട്ടോ എനിക്കത് മാറി വരാനൊക്കെ ആയിട്ട്. ഇപ്പോഴാണ് തന്നെ കഴിഞ്ഞ ജൂൺ 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആദ്യമേ അത് പറയേണ്ടതായിരുന്നു, ഞാനത് പറഞ്ഞില്ല. അത്രയും ഒരു ഇൻസിഡൻ്റാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ വീട്ടിന് ചുറ്റും, അതായത് പരിസരം എന്ന് പറയുന്നത് എന്തുള്ളതാണ്, തോടാണ്, പിന്നെ എന്താണ് വയലുണ്ട്, ഇത് പണ എന്ന് പറയും. അവിടെ എല്ലാം ഈ വെള്ളവും ഈർപ്പവും ഉള്ള സ്ഥലത്ത് നിന്ന് വരാൻ സാധ്യത കൂടുതലുള്ള ഒരു ജീവി തന്നെയാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത്രയും ഒരു ഭയം വേണം. ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ, മുറ്റത്തിറങ്ങുമ്പോൾ അത്ര സേഫ് അല്ല. ഇപ്പോൾ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്, ആ സമയത്ത് ചുറ്റുമതിലൊന്നും ഇല്ലായിരുന്നു. ചുറ്റുമതിലൊക്കെ കെട്ടി. എന്നിരുന്നാലും ആ ജീവിയെ ഞാൻ കണ്ടില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ പരിസരത്തൊക്കെ ഉണ്ട് അത്. അപ്പം നമ്മളങ്ങനെ അധികം വെളിയിലോട്ടൊന്നും ഇറങ്ങാറില്ല, കുട്ടികളെ ഇറക്കാറില്ല. ഇനിയിപ്പം മഴ സമയം തുടങ്ങുമ്പോൾ ഇതുപോലെ തന്നെ, വെയിലാകുമ്പോൾ അങ്ങനെ, മഴയാകുമ്പോൾ ഇങ്ങനെ. എപ്പോഴായിരുന്നാലും ആ ജീവികളുടെ ഒരു ശല്യമുണ്ട്. പരിസരമൊക്കെ വൃത്തിയാക്കിയാണ് ഇടുന്നതെങ്കിലും പുറത്തും വയലും ഈ പണയും തോടും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും ആ ജീവികളുടെ ഒരു പ്രസൻസ് ഇവിടങ്ങളിലുണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ അപ്പോൾ വിചാരിക്കും ആർക്കെങ്കിലും ആരും വീട്ടിലില്ലെങ്കിലും വേഗം റോഡിലെങ്കിലും ഇറങ്ങി നിന്ന് അപ്പോൾ കാണുന്ന ഏത് വണ്ടിയാണോ, പരിചയക്കാരാണോ അല്ലേന്നൊന്നും നോക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാർഗ്ഗം. വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് പല പൊടിക്കൈകളും പരീക്ഷിക്കാം. പക്ഷേ ഇതിനുള്ള സമയം ഈ ഒരു ജീവി കടിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരിതില്ല. ഇപ്പോഴത്തെ ഓരോ കുഞ്ഞിൻ്റെ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ്, ഉറക്കത്തിലൊക്കെ നമ്മൾ അറിയാറ് പോലും ഇല്ല അതിനെപ്പറ്റി. അതെന്താണ് അങ്ങനെയെന്ന്, ആ ജീവിയുടെ ഒരിതാണ്, ഒന്നും അതിന് പറയാനില്ല. എങ്ങനെയോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത അത്രയൊരു പെയിനാണ് അത്, എന്ത് കടിയാണ് എന്നുള്ളത്. നമ്മളൊരു കൊതുക് കടിച്ചാൽ നമുക്ക് പറയാം സൂചി കുത്തുന്നത് പോലെ എന്നൊക്കെ നമുക്ക് അനുഭവം ആണ്. അല്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല എനിക്കിങ്ങനെ ഒരു ഇത് വരുമെന്നോ. നമുക്ക് വേറൊരാൾക്ക് വരുമ്പോഴല്ലേ നമ്മളറിയാം അവർക്ക് വന്നു. അപ്പോഴും നമ്മൾക്ക് വരും അങ്ങനെ ഒരു മൈൻഡ്, ഒരു അസുഖത്തെക്കുറിച്ചോ ഒരു അപകടങ്ങളെക്കുറിച്ചോ നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെല്ലാം എത്ര സൂക്ഷിച്ചതെന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കും. പക്ഷേ അതെന്നെ കാത്ത അതിഥി അവിടെ ഇരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങളെ ആ സമയത്ത് അവിടെ നിന്ന് മാറ്റുകയും ഞാൻ കറക്റ്റ് ആ സമയത്ത് അവിടെ എത്തുകയും ചെയ്ത് എനിക്ക് ആ കടി കിട്ടുകയും ചെയ്തു. ഒരു സമയം കുഞ്ഞുങ്ങൾ സേഫായി എന്നുള്ളൊരിത് വളരെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം മറ്റാർക്കെങ്കിലും വന്നെങ്കിൽ എനിക്ക് വന്നപ്പോൾ പിടിച്ച് നിന്നതുപോലെ അവർക്ക് വരുമ്പോൾ പിടിച്ച് നിൽക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല, ഞാനായിരിക്കും ആദ്യം തളർന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ
അത് കഴിഞ്ഞ് നമുക്ക് ഏത് സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കുക, തിരിഞ്ഞു നോക്കുക, എങ്ങനെയൊക്കെ, അതായത് നമ്മളെപ്പോലെ ഞാൻ താമസിക്കുന്നിടത്ത് പോലെ തോടും വയലും ഒക്കെ ഉള്ളിടത്താണെങ്കിൽ സ്ഥിരമായിട്ട് ഇത് കാണാം. പാറയെടുക്കും, കല്ലെടുക്കലും ഒക്കെ ഉള്ളവരാണ് എന്തെടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കുറേ നാളെടുക്കാതിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് തട്ടുക. ഞാനും ഇതുപോലെ തട്ടിക്കൊണ്ടൊക്കെ ഇരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ആ കാറിൻ്റെ അടിയിൽ നിന്നാണ് അത് എനിക്ക് കടി കിട്ടാൻ പറഞ്ഞിരുന്ന സമയത്ത് അത് വന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നെ സൂക്ഷിക്കുക, എപ്പോഴും ചെരുപ്പും ഷൂസും ഒക്കെ പുറത്തിടുന്നവരാണെങ്കിൽ അതെടുക്കുക, ഹെൽമറ്റ് വയ്ക്കുന്നവരും അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചിരുന്നാലും ചില സമയം നമ്മൾ പറഞ്ഞിട്ടത് കാര്യമില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടൂലേ എന്നൊന്നും എനിക്കറിയില്ല. ഇതെനിക്കുണ്ടായ ഒരു അനുഭവമാണ്. സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. നമുക്ക് എന്താണ് നമ്മളെ ചുറ്റുമുള്ളവർക്കും ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരിതില്ല. നമ്മൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നതല്ലാതെ വേറെ ഒന്നും നമുക്ക് ആ സമയം ചെയ്യാനില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുക. പെട്ടെന്ന് നമ്മളെ കാണുന്നൊരു വണ്ടിയിൽ ആളുകളെടുത്ത് പറയാം ഇതാണ് സംഭവം, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. നമ്മൾ ഒരാളെ നമ്മളെ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പോയത്. വേറെ വണ്ടി വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ കാറിൽ നിന്നാണ് പോയത്. പക്ഷേ വീട്ടിൽ വണ്ടി ഇല്ലാത്തൊരാൾക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നെങ്കിൽ അവർക്കൊരു വണ്ടി വേണമല്ലോ, വണ്ടി വരണം, അത്രയും സമയം ഡിലേ ആവും. അപ്പോൾ കാണുന്ന ആളെ തൊട്ടടുത്തൊരു വണ്ടി വരുന്നതാണ് കൈ കാണിക്കുക, ഇതാണ് സംഭവം, ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കൂ എന്ന് നമ്മളങ്ങ് പറയുക. പിന്നെ ബാക്കി അവരുടെ കയ്യിലാണ്, അവരുടെ മനസ്സ് പോലെ ഇരിക്കും നമ്മളെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. എല്ലാവരുടെ വീട്ടിലും വണ്ടി കാണണമെന്നില്ല ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ വണ്ടിയുള്ള ഏരിയ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തണം, അതായിരിക്കണം ലക്ഷ്യം. അതിന് നമ്മൾ ആരെയെങ്കിലും സമീപിക്കാൻ, ദൂരെയുള്ളവരടുത്ത് വരുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ആരാണോ ഒപ്പം ഏത് വണ്ടിയാണോ കാണുന്നത് കൈ കാണിക്കുക, അപ്പം നമ്മളങ്ങ് കയറി പോവുക. നമ്മൾ സേഫായിട്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. നമ്മളാണെങ്കിലും ഒക്കെ ധൈര്യമാണെന്ന് പറയും, പക്ഷേ എപ്പോഴും നമുക്ക് ആ ധൈര്യം എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ധൈര്യത്തിൽ അന്ന് നിന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കാണ് വന്നതെന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു. അത് വേറൊരു കാര്യം. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി അടുത്ത മഴക്കാലമാണ്, ഞങ്ങളും അങ്ങനെയാണ്. മഴക്കാലം പണയും ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ ഈ വഴിയാണ്. മെയിൻ റോഡും ജംഗ്ഷനും ഒക്കെ തന്നെയാണെങ്കിലും പണയും തോടും പോകുന്നതുകൊണ്ട് ഈ ജീവി എല്ലായിടത്തും ഉണ്ട്, ഒരുപാടിടത്തുണ്ട്. എത്ര സേഫായിട്ടുള്ളിടത്തും ഈ ജീവി വരും എന്നുള്ളത് വേറൊരു സത്യം. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണെന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. സത്യസന്ധമായിട്ടും ഞാൻ നേരിട്ടതും അനുഭവിച്ചതും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ ബൈ.